ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു കോട്ട് സെറ്റാണ്. ഇപ്പോൾ സമ്മറിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ഈ കോട്ട് സെറ്റ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് ചുരിദാർ സെറ്റാണ്. അതിൻ്റെ അകത്ത് ഇതാണ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇത് ടോപ്പിന് ഞാൻ പിന്നെ ലൈനിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് കോട്ടൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ എടുത്തിട്ടുള്ളൂ, കൈക്ക് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പാൻറ്റ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് തുണിയിൽ നിന്ന് ഈ ടോപ്പിലേക്ക് നെക്കിൽ ബോർഡറൊക്കെ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സിഗരറ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. ചിലവരൊക്കെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുമിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴും ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. സിഗരറ്റ് പാൻറ് തന്നെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കണേ. അപ്പൊ ഞാൻ എന്താ ഇവിടെ ആദ്യം തന്നെ പാൻറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അളവുകളൊക്കെ ഈ 2 ഇഞ്ചിന്റെ ഈ ഒരു ലൈനിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമുക്ക് പാൻറ്റിന്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വേണ്ടുന്നത് 39 ഇഞ്ചാണ്. അതിന്റെ കൂടെ നമുക്ക് താഴെ ഭാഗം മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിൽ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫുൾ വേസ്റ്റിൻ്റെ 4 ഭാഗം എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഞാനിപ്പം 11 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴേക്ക് 13 ഇഞ്ച് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ലെങ്ത്തിൻ്റെ കാൽക്കുലേഷനൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലെ 11 ഇഞ്ച് തന്നെ ഇടാനായിട്ട് താഴെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു 13 ഇഞ്ചിൻ്റെ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് 2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ തുണി മടക്കുന്ന സമയത്ത് 13 ഇഞ്ച് വീതിക്ക് വേണം മടക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇനി നമ്മൾ ഈ ഒരു വരച്ച ലൈൻ നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത ഭാഗത്തേക്കും കൂടി ഒന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു ലൈനാണ് ഞാനിപ്പോൾ വരട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെ താഴെ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ ഇതുപോലെ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. 2 ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഒരു കർവ് ഷേപ്പ് അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നേരെ കോണായിട്ട് പോകാൻ പാടില്ല കേട്ടോ. നമുക്കിത് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ജോയിന്റ് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ ഈസിയാണ്. ഇനി നമുക്ക് വേഗം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ക്രോച്ച് ഏരിയ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാൻറ്റിന് വളരെ കുറച്ച് സ്റ്റിച്ചസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്റ്റിച്ചുകളെല്ലാം തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ 2 ക്രോച്ച് ഏരിയയും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പോക്കറ്റ് ഒന്നും വെക്കാണ്ട് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ആ സൈഡും കൂടി 2 വശത്തെ സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കാം. രണ്ടും ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഭാഗത്തെയും സൈഡുകൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കാം. അതിനായിട്ട് 4 ഇഞ്ച്, നേരത്തെ ഞാൻ 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ 4 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. താഴെ ഭാഗത്ത് നല്ല സ്റ്റിഫായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 1 ഇഞ്ച് വീതിക്ക്
ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴും നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ലെഗിൻ്റെയും താഴെ ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോച്ചിൻ്റെ 2 സ്റ്റിച്ചസും ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിനി സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് 1 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെക്കാളും ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ നേരത്തെ വിട്ടിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ കയറ്റി ഒന്ന് ഫുൾ റൗണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ എലാസ്റ്റിക് തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എലാസ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് ഒക്കെ ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ എലാസ്റ്റിക് നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ടോപ്പിൻ്റെ തുണി ഇതുപോലെ 2 ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങും 4ആയിട്ട് മടക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പിൻ്റെതിനേക്കാളും കുറവാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പം ഫോൾഡ് വരുന്ന ഭാഗമൊക്കെ ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും സെയിം 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഷോൾഡറിൽ നിന്ന് ഒരു 13.5 ഇഞ്ചും 18.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പിനും സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ വരച്ച ആ ഒരു ബോക്സിൻ്റെ കോർണർ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 8.5 ഇഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം കൊടുക്കുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് താഴെ ഭാഗത്ത് വീതി 11 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്ന് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെക്കും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നെക്ക് കട്ട് ചെയ്യുന്നില്ല, അത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. എന്നാലും ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നെക്ക് വിട്ട് 3.25 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. ബാക്കിൽ നോർമൽ റൗണ്ട് നെക്കും ഫ്രണ്ടിലേക്ക് ഒരു കർവ് വരുന്ന ഷേപ്പിലുള്ള ഒരു വി നെക്കുമാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആം ഹോളിലൂടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് ലൈനിങ്ങും ഒരു പീസ് മെയിൻ ക്ലോത്തും മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് തുണിയുടെ ചീത്തവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്യാൻവാസ് നടുവേ മടക്കി കൊടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വി ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പുറമേലേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ പാൻറ്റിൻ്റെ ഒരു ബാലൻസ് വന്ന പീസിലേക്കാണ് ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ക്യാൻവാസ് ഇതുപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു തുണിയുടെ നല്ല വശം വരുന്ന രീതിക്കാണ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം വിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ ഒരു വീൻ്റെ ആ ഒരു കോർണർ വരുന്ന അവിടെ ഒരു കട്ടും കൂടി കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. ബാക്ക് നെക്കിന് ഞാൻ ക്യാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിലേക്ക് 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് നമ്മുടെ നല്ല തുണിയുടെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തുണി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നെക്കൊന്ന് നഖം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ നല്ല ക്ലോത്തുമായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പ് കാണാതെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ശരിക്കും കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ അതാ ഞാൻ അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്ക് വശവും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് നല്ല തുണി ഇവിടെ 4 മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ആ ഒരു ലൈന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും ഒരു ലൈനാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ കോർണറിൽ നിന്ന് ഒരു 8.5 ഇഞ്ച് വരുന്ന രീതിക്ക് ഞാനൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പിൻ്റെ ബാക്ക് ആം ഹോള് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സ്ട്രാ തുണിയൊന്നും വരാത്ത രീതിക്ക് തന്നെ സ്ലീവ് കിട്ടാറുണ്ട്. ഇനി നമ്മുടെ താഴെ ഭാഗത്തുള്ള കൈവണ്ണും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് ഒന്ന് നിവർത്തി വെച്ചിട്ട് ഒരു സൈഡ് മാത്രം കുറച്ച് കുഴിച്ചു വെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം. നല്ല വശവും ചേർത്ത് വരുന്ന രീതിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു കുഴിച്ച് വെട്ടിയ ഒരു ഭാഗം ഫ്രണ്ടിലേക്കാണ് വരേണ്ടത്. അപ്പോൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തു. ഞാൻ എന്താ സ്ലീവിൻ്റെ താഴെ പാൻറ്റിൻ്റെ ആ ഒരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു ചെസ്റ്റ് റൗണ്ടിൻ്റെയും ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ
സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ ആ ഒരു പോയിന്റിൻ്റെ തൊട്ട് മുകളിലേക്ക് 1 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കുത്തനെയാണ് ഷേപ്പാക്കി കൊടുക്കേണ്ടത്. എന്നെങ്കിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ സ്ലിറ്റിൻ്റെ ആ ഒരു ലൈൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു താഴെ ഭാഗത്തേക്ക് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് അവിടെ വിട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിറ്റ് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത്, രണ്ടാമത്തെ ഒരു ട്രിക്കാണ് ഇത്. നമ്മളൊരു ഏറ്റവും ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം 4ലാണ് ഞാൻ സ്റ്റിച്ച് ലെങ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലൈൻ വരുന്നില്ലേ, തയ്യൽ തുമ്പല്ലാണ്ട് ആ ഒരു ലൈനിലൂടെ 2 ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിൽ നിന്നും നമ്മൾ നോർമലായിട്ട് സ്ലിറ്റ് മടക്കി തയ്ക്കുന്നത് പോലെ തയ്ച്ചെടുക്കുക. അപ്പം നീറ്റായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു മെത്തേഡ് അത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ നടുക്ക് നമ്മൾ ആദ്യം ഇട്ട ആ ഒരു സ്റ്റിച്ച് അഴിച്ചൊക്കെ കളയണം. അത് നമ്മൾ സീം റിപ്പയർ വെച്ചിട്ട് ഇങ്ങനെ അഴിച്ചൊക്കെ കളയുമ്പോൾ അതിൻ്റെ ആ സൈഡിൽ നൂല് ചെറുങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് അങ്ങനെയാണ് വരാറുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബിഗിനേഴ്സിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് നോർമലായിട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ സ്ലിറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലായിട്ട് ചെയ്യുന്ന രീതി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഞാൻ ചുരിദാർ കട്ടിങ്ങിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.